നമ്മളൊക്കെ പഠിക്കുമ്പോൾ ആദ്യം തിയറി പഠിപ്പിക്കും, എന്നിട്ടാണ് ലാബിലേക്ക് കൊണ്ടുവന്ന് പ്രാക്ടിക്കലൊക്കെ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ദൈവം അങ്ങനെയല്ല. ദൈവം ആദ്യം പ്രാക്ടിക്കലാണ്, അതിനുശേഷമാണ് തിയറി പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ഗോസ്പൽ അതാണ്. ആദ്യം ഈശോ ശിഷ്യന്മാരുടെ കാലം എടുക്കുന്നു, പ്രാക്ടിക്കൽ കൊടുക്കുന്നു, അതിനുശേഷം പിന്നെ 3 അധ്യായങ്ങൾ തിയറീസ് ഈശോ പഠിപ്പിക്കും നമ്മൾ കാണുന്നത്. ഇന്നത്തെ ഈശോയുടെ കാലുകഴുകൽ കാണുമ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് അതിനെ കാണുന്നത്. പക്ഷേ സ്വർഗ്ഗം എങ്ങനെയായിരിക്കും അതിനെ കണ്ടത്? സ്വർഗ്ഗം അന്തം വിട്ട് നിന്നിട്ടുണ്ടാവും. മാലാഖമാരൊക്കെ ഇങ്ങനെ അന്തം വിട്ടാണ് ഇത് കണ്ടേക്കണേ. ഈശോയുടെ അത്ഭുതങ്ങളൊക്കെ കണ്ടപ്പോഴൊന്നും അവരിങ്ങനെ അത്ഭുതപ്പെട്ടിട്ടില്ല. കാരണം ഈശോ 5 അപ്പം 5000 പേർക്ക് മുറിച്ചു കൊടുത്തപ്പോൾ അവർക്കത് വലിയ അത്ഭുതമായിട്ട് തോന്നിയില്ല. അവർ ഒരു വാക്ക് കൊണ്ട് വിത്തും വയലും ഒക്കെ ഉണ്ടാക്കിയവനാണ്. കടലിനെ ശാന്തമാക്കിയപ്പോഴും അവർക്കൊന്നും തോന്നിയില്ല, കാരണം കടൽ പോലും ഉണ്ടാക്കിയവനല്ലേ. മരിച്ചവരെ ഉയർപ്പിച്ചപ്പോഴും അവർക്കൊന്നും തോന്നിയില്ല, കാരണം മണ്ണിന് ഉയിര് കൊടുത്തവനാണ്. അതിലൊന്നും അവർക്ക് വലിയ അത്ഭുതം തോന്നിയില്ല. പക്ഷേ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചവൻ തൻ്റെ സൃഷ്ടിയുടെ കാലുകൾ കഴുകുന്നത് കണ്ടപ്പോൾ, ആ കാലുകളാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പേടിച്ച് ഓടേണ്ട കാലുകളാണ്. സ്വർഗാന്തം വിട്ടു, മാലാഖമാരന്തം വിട്ടു. ഈശോ അതുവരെ ചെയ്ത അത്ഭുതങ്ങളൊക്കെ അവൻ ദൈവമാണെന്ന് പ്രൂവ് ചെയ്തു. പക്ഷേ ഈ ഒരു അത്ഭുതം, മിറക്കിൾ ഇൻ ഹ്യൂമിലിറ്റി, പ്രൂവ്ഡ് വാട്ട് കൈൻഡ് ഓഫ് ഗോഡ് ഈസ്. അവൻ ഏത് തരത്തിലുള്ള ദൈവമാണെന്നാണ് നമ്മൾ കാണിച്ചു തന്നെ. നമ്മൾ വളരെ കൂളായിട്ട് പറയും ഈശോ ശിഷ്യന്മാരുടെ കാല് കഴിയുന്നത്. ഒന്ന് സ്വർഗത്തിൻ്റെ വ്യൂ പോയിന്റിലൊന്ന് നോക്കിയേ, അങ്ങനെ ചിന്തിക്കുമ്പോൾ പോലും നമ്മുടെ കൈയും കാലും പറിച്ചു പോകും.